നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മരക്കാപ്പു കടപ്പുറത്ത് ചീഞ്ഞളിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കഞ്ചാവ് കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുന്നുംകൈ കക്കാടിനകത്തെ നൌഫൽ KK ആണ് കോടതി ശിക്ഷിച്ചത്. ഹരിതകർമ്മസേനയെ ശാക്തീകരിക്കാൻ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണക്കണമെന്ന ആവശ്യം. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. 3 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും നീക്കം ചെയ്തത് 2 കിൻഡൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. മാതൃകാ പ്രവർത്തനവുമായി പുനിത് സാഗർ അഭിയാൻ കാഡറ്റുകൾ. സേവാ പാക്ഷികം മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ ഘടകം ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തുടർച്ചയായ 8ാം വർഷവും കൃഷിയിറക്കി ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘം. ബേഡകം പൊന്നൂർ പാറ വയലിലാണ് കൃഷി ഇറക്കിയത്. ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്ന് സണ്ണി ജോസഫ് MLA. വാർത്തകൾ വിശദമായി. മരക്കാപ്പു കടപ്പുറത്ത് ചീഞ്ഞളിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പൊതുശ്മശാനത്തിന് സമീപമാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. തീരദേശ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഹോസ്ദുർഗ് മരക്കാപ്പു കടപ്പുറത്ത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചീഞ്ഞളിഞ്ഞ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തി. കടലിൽ ഒഴുകിവന്ന മൃതദേഹം തദ്ദേശവാസികൾ കരക്കെത്തിച്ചു. രാവിലെയാണ് കടലിൽ ഒഴുകുന്ന നിലയിൽ മൃതദേഹം പരിസരവാസികൾ കണ്ടത്. തുടർന്ന് പൊതുപ്രവർത്തകൻ ശരത് മരക്കാപ്പു കടപ്പുറത്തിന്റെ നേതൃത്വത്തിൽ കടലിലിറങ്ങി മൃതദേഹം കരയിലെത്തിച്ചു. പൊതുശ്മശാനത്തിന് സമീപമാണ് മൃതദേഹം കണ്ടത്. ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹത്തിന്റെ തൊലിപ്പുറം നശിച്ച നിലയിലാണ്. വിവരമറിഞ്ഞ തീരദേശ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. പുനിത് സാഗർ അഭിയാൻ കാഡറ്റുകൾ 2 കിൻഡൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മരക്കാപ്പ് കടപ്പുറം മുതൽ തൈക്കടപ്പുറം വരെ 3 കിലോമീറ്റർ ദൂരത്തിൽ കടലോരത്ത് നിന്നാണ് കാഡറ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് NCC 32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മരക്കാപ്പ് കടപ്പുറം മുതൽ തൈക്കടപ്പുറം വരെ 3 കിലോമീറ്റർ ദൂരത്തിൽ കടലോരത്ത് നിന്ന് കാഡറ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. NCC രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന പുനിത് സാഗർ അഭിയാന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ KK ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അധ്യക്ഷത വഹിച്ചു. സീനിയർ അണ്ടർ ഓഫീസർ K ദർശന സ്വാഗതവും സാനിയ വിൽസൺ നന്ദിയും പറഞ്ഞു. ശ്രേയ സുരേഷ്, NK നിദർശ്, K അഖിൽ, അശ്വന്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. 60 കാഡറ്റുകൾ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ആവാസ വ്യവസ്ഥയെ ഹാനികരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടൽ തീരത്ത് നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനാണ് NCCയുടെ ആഭിമുഖ്യത്തിൽ പുനിത് സാഗർ അഭിയാൻ സംഘടിപ്പിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് 2 കിൻഡൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് കടൽ തീരത്ത് നിന്ന് കാഡറ്റുകൾ ശേഖരിച്ചത്. വിനോദസഞ്ചാരികൾ കടൽ തീരത്ത് നിക്ഷേപിക്കുന്നവയും നഗരങ്ങളിൽ നിന്ന് പുഴകളിലൂടെ ഒഴുകി കടലിലെത്തി തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപേക്ഷിച്ച മീൻപിടുത്ത വലകളുമാണ് കാഡറ്റുകൾ ശ്രമദാനത്തിലൂടെ തീരത്ത് നിന്ന് മാറ്റിയത്. മത്സ്യങ്ങളുടെയും കടലാമകൾ ഉൾപ്പെടെയുള്ള കടലിലെ മറ്റ് ജീവജാലങ്ങളുടെയും നാശത്തിന് കാരണമാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും സമുദ്രങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമാണ് പുണ്യസാഗരം പദ്ധതിയിലൂടെ NCC ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കൂഡ്ലൂർ ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അശ്വനി ML ഉദ്ഘാടനം ചെയ്തു. സേവാ പാക്ഷികത്തോടനുബന്ധിച്ച് മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കൂഡ്ലൂർ ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വികസിത ഭാരതം, ഡിജിറ്റൽ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 10 വയസ്സിന് മുകളിലുള്ളവർക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു.
മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രമണി KS അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സവിത ടീച്ചർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, ജില്ലാ സെക്രട്ടറിമാരായ പുഷ്പ ഗോപാലൻ, പ്രമീള മജൽ, മണ്ഡലം സെക്രട്ടറി പ്രിയ നായിക്, മധൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് മാധവ മാസ്റ്റർ, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ K, നുള്ളിപ്പാടി വാർഡ് ജനപ്രതിനിധി യശോദ B, മഹിളാ മോർച്ച ഭാരവാഹികളായ ലീലാവതി ടീച്ചർ, അനിത നായക്, S അനുശ്രീ, ധന്യ സുമോദ്, മമത സാഗർ, പ്രേമലത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർക്കാർ ആശുപത്രി വളപ്പിലേക്ക് പൊടുന്നനെ അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങളും ആംബുലൻസും സൈറൻ മുഴക്കി പാഞ്ഞുവരുന്നു. ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ മുകൾ നിലയിലേക്ക് വെള്ളം ചീറ്റിക്കുന്നതും കണ്ടതോടെ നാട്ടുകാർ ഓടിയെത്തി. കാര്യം തിരക്കിയപ്പോഴാണ് മോക്ക് ഡ്രില്ലാണെന്ന് ബോധ്യമായത്. അത്യാഹിതങ്ങൾ വന്നുപെടുമ്പോൾ എങ്ങനെ നേരിടാമെന്ന് തിരിച്ചറിവ് നൽകുന്നതായിരുന്നു തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് ആപ്താമിത്ര വോളണ്ടിയർമാരും തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയും ചേർന്ന് സംയുക്തമായി നടത്തിയ മോക്ക് ഡ്രിൽ. അപകടങ്ങളിൽ പെടുമ്പോൾ ആവശ്യമായ ചികിത്സ നൽകുന്നതും ആംബുലൻസിൽ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുകയും ചെയ്യുന്നതുൾപ്പെടെ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടന്നു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയിലെ ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ, സീനിയർ ഫയർ ഓഫീസർമാരായ P രാഗേഷ്, K വിനീഷ് കുമാർ, ഫയർ ഓഫീസർമാരായ K ഗോപി എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഡോക്ടർ കവിത, ഡോക്ടർ അഭിലാഷ്, സീനിയർ നഴ്സിംഗ് ഓഫീസർമാരും എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കി. തുടർച്ചയായ 8ാം വർഷമാണ് കൃഷി ഇറക്കുന്നത്. ബേഡകം പൊന്നൂർപ്പാറ വയലിലാണ് നെൽകൃഷി നടത്തുന്നത്. ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തുടർച്ചയായി 8ാം വർഷവും നെൽകൃഷി ഇറക്കുന്നത്. ബേഡകം പൊന്നൂർപ്പാറ വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. നടീൽ ഉത്സവം നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഒരു നാടിന്റെ ഉത്സവമായി മാറി. നൂറുകണക്കിന് ആളുകൾ നടീൽ ഉത്സവത്തിന്റെ ഭാഗമായി. നടീൽ ഉത്സവം സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ A ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സംഘം ഭരണസമിതി അംഗങ്ങളെ, ജീവനക്കാരെ, പ്രിയപ്പെട്ട വിദ്യാകാംക്ഷികളെ, കേരളത്തിലെ സഹകരണ വകുപ്പ് കാലങ്ങളായിട്ട് പല പ്രവർത്തനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രഭാകരൻ മുഖ്യാതിഥിയായി. സംഘം പ്രസിഡന്റ് ഉമാവതി K അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി A സുധീഷ് കുമാർ സ്വാഗത ഭാഷണവും വൈസ് പ്രസിഡന്റ് T രാധ നന്ദിയും പറഞ്ഞു. കുണ്ടംകുഴി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ദാമോദരൻ മാസ്റ്റർ, അബ്ബാസ് BK, ഷംസുദ്ദീൻ ബേഡകം, പ്രീതി കുട്ടിയാനം, ചാത്തുക്കുട്ടി, ഭാസ്കരൻ കുട്ടിയാനം, അനന്തൻ മരുതളം, കുഞ്ഞിരാമൻ ചേരിപ്പാടി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട ചീമേനിയിലെ KP സുരേന്ദ്രന്റെ 35ാം രക്തസാക്ഷിത്വ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ ആചാര ലംഘനം നടത്തുവാൻ പരസ്യമായി കൂട്ടുനിന്ന CPM നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തരാരുമല്ല പങ്കെടുത്തതെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. അവസാനം മുഖ്യമന്ത്രി ഇപ്പം ശബരിമലയിൽ അയ്യപ്പ ഭക്തരായിട്ട് അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഭക്തിയുണ്ടോ? രാഷ്ട്രീയ കൊലപാതകികൾക്കും അക്രമികൾക്കും എല്ലാ കാര്യത്തിലും സംരക്ഷണം നൽകുന്ന ഭരണകർത്താക്കളായി LDF സർക്കാർ മാറിയെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. ചടങ്ങിൽ കയ്യൂർ ചീമേനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. KPCC വക്താവ് സന്ദീപ് വാര്യർ മുഖ്യ പ്രഭാഷണം നടത്തി. KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, ശാന്തമ്മ ഫിലിപ്പ്, KV ഗംഗാധരൻ, DCC വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, BP പ്രദീപ് കുമാർ, ജനറൽ സെക്രട്ടറിമാരായ KP പ്രകാശൻ, PV സുരേഷ് കുമാർ, മാമുനി വിജയൻ, MC പ്രഭാകരൻ, സേവാദൾ ചെയർമാൻ രമേശൻ കരുവാച്ചേരി, ബാലകൃഷ്ണൻ പെരിയ, K പ്രകാശൻ, അഡ്വക്കേറ്റ് M വിനോദ് കുമാർ, TV കുഞ്ഞിരാമൻ, ഉമേശൻ വേളൂർ, ജോയി ജോസഫ്, മടിയൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
നേരത്തെ ചീമേനി മുത്തപ്പൻ മടപ്പുര പരിസരത്തു നിന്നും പൊതുസമ്മേളന നഗരിയിലേക്ക് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 29 ലോകഹൃദയ ദിനത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനെന്ന മുദ്രാവാക്യത്തിൽ ആശുപത്രിയിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. സീനിയർ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹൃദ്രോഗത്തിൻ്റെ പ്രാധാന്യവും അതെങ്ങനെ തടയാമെന്നും ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായുള്ള ഹൃദയ ദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനെന്ന മുദ്രാവാക്യത്തിൽ വാക്കത്തോൺ ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ഹൃദയാചരണം നടത്തിയത്. കോട്ടക്കണിയിലെ ആശുപത്രി പരിസരത്ത് നിന്നും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. സീനിയർ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. യുണൈറ്റഡ് മെഡിക്കൽ സെൻ്റർ ചെയർമാൻ ഡോക്ടർ മഞ്ജുനാഥ് ഷെട്ടി പരിപാടിയിൽ സംബന്ധിച്ചു. ഡോക്ടർമാർ, ആശുപത്രി സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ളവർ വാക്കത്തോണിൽ അണിനിരന്നു. കാസർഗോഡ് മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്ററിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ കൺസൾട്ടൻ്റ് ഡോക്ടർ ഭരതേഷ്, ആശുപത്രി PRO വിവേകാനന്ദ്, അശ്വിൻ തുടങ്ങിയവർ വാക്കത്തോണിന് നേതൃത്വം നൽകി. ഹൃദ്രോഗത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള കണക്കുകൾ അനുസരിച്ച് ഏകദേശം 18 ദശലക്ഷത്തിലേറെ ജീവനുകളാണ് പ്രതിവർഷം പൊലിയുന്നത്. എന്നാൽ ഇതിൽ 80% ഇന്നത്തെ നൂതന ചികിത്സാ രീതിയിലൂടെ തടയാനാകുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ഹൃദ്രോഗത്തിന് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന കാസർഗോട്ടെ പ്രധാന ആശുപത്രിയാണ് കാസർഗോഡ് മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്റർ. മികച്ച ചികിത്സയ്ക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധത കൂടി മുഖമുദ്രയാക്കിയ മേത്ര യുണൈറ്റഡ് മെഡിക്കൽ സെൻ്റർ ലോക ഹൃദയദിനാചരണത്തിൻ്റെ ഭാഗമായി വാക്കത്തോണിനു പുറമെ ഡോക്ടർമാർക്കുള്ള മെഡിക്കൽ ക്യാമ്പും പരിശോധനകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മികച്ച ചികിത്സയിലൂടെയും മികവാർന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെയും വടക്കൻ കേരളത്തിൽ തന്നെ പ്രാപ്യവും ഉയർന്ന നിലവാരമുള്ളതുമായ ഹൃദയ പരിചരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്റർ. വൻ നഗരങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിൽ ചികിത്സ നടത്താമെന്നതുൾപ്പെടെയുള്ള നിരവധി സവിശേഷതകളും മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്ററിനെ ശ്രദ്ധേയമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് അരമന ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഹൃദയത്തിനുമാകാം ഒരൽപ്പം കരുതലെന്ന മുദ്രാവാക്യവുമായി ആശുപത്രിയിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. നിരവധി പേർ വാക്കത്തോണിൽ അണിനിരന്നു. കാസർഗോഡ് അരമന ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. ഹൃദയത്തിനുമാകാം ഒരൽപ്പം കരുതൽ എന്ന മുദ്രാവാക്യത്തിൽ വാക്കത്തോൺ നടത്തിയാണ് ഹൃദയദിനം ആചരിച്ചത്. അശ്വിനി നഗറിലെ ആശുപത്രി പരിസരത്ത് നിന്നും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. ആശുപത്രി സ്റ്റാഫുകളും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ വാക്കത്തോണിൽ അണിനിരന്നു. അരമന ആശുപത്രി MD ഡോക്ടർ റമിന, കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ അബ്ദുൽ മൻസൂർ, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സുന്ദര, മാനേജർ ധൻരാജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഞ്ചാവ് കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഭീമനടി കുന്നുംകൈ കക്കാടിനകത്ത് നൌഫൽ KK ആണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ശിക്ഷിച്ചത്. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 112 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലാണ് വിധി.
ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 112 കിലോ കഞ്ചാവുമായി പിടിയിലായ കേസിൽ ഒന്നാം പ്രതിയായ വെള്ളരിക്കുണ്ട് താലൂക്കിൽ ഭീമനടി കുന്നുംകൈ കക്കാടിനകത്ത് നൌഫൽ കെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജ് പ്രിയ കെ 10 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടക്കുവാനും ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവും അനുഭവിക്കണം. 2019 ഫെബ്രുവരി 3-ാം തീയതി ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂങ്ങോട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി പ്രതി ചിറ്റാരിക്കാൽ സബ് ഇൻസ്പെക്ടറായിരുന്ന രഞ്ജിത്ത് രവീന്ദ്രൻ്റെയും സംഘത്തിൻ്റെയും പിടിയിലാകുന്നത്. ഇതേ കേസിൽ പ്രതിയുടെ കൂടെയുണ്ടായിരുന്ന 2-ാം പ്രതി ഭീമനടി സ്വദേശി റോണി വർഗീസ് ഓടിപ്പോയിരുന്നു. കേസിൽ 1ഉം 2ഉം പ്രതികൾക്ക് സാമ്പത്തിക സഹായം ചെയ്തത് 3-ാം പ്രതിയായ കുന്നുംകൈ സ്വദേശിയായ സമീറാണ്. കേസിൽ 2ഉം 3ഉം പ്രതികളെ കോടതി വെറുതെ വിട്ടു. ചിറ്റാരിക്കാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യാന്വേഷണം നടത്തിയത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ ചുമതലയുണ്ടായിരുന്ന കാസർഗോഡ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻ നന്ദനൻ പിള്ളയും തുടർന്ന് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയായ TN സജീവൻ എന്നിവരുമാണ്. അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയായി വന്ന PK സുധാകരനാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ചന്ദ്രമോഹൻ G, അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KGOA വജ്രജൂബിലിയോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് ഏരിയാതല ചരിത്ര സംഗമം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. KGOA വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഏരിയാതല ചരിത്ര സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും പ്രസിദ്ധ നാടൻപാട്ട് കലാകാരനുമായ സുഭാഷ് അറുകര ഉദ്ഘാടനം നിർവഹിച്ചു. അവസരങ്ങൾ പലപ്പോഴും കുറഞ്ഞു വരികയും പണ്ടേ നമ്മളെ വീട്ടിലെ നമ്മളെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ കൈകൊട്ടി സത്യം പറയണം, അതുകൊണ്ടാണ് സത്യം. ഉറപ്പല്ലേ? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. എന്നാൽ ഇല്ല, പല സ്ഥലത്തുമില്ല. ഞാനിപ്പം നിരന്തരം ഓരോ പരിപാടിക്ക് പോയ ചോദിക്കുന്ന ചോദ്യമാണ്. പല സ്ഥലത്തും ഇല്ല. നമ്മളിന്ന് പണ്ടാണെങ്കിലുണ്ട്, ഇപ്പൊ അത് കുറഞ്ഞു വരികയാണ്. കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരു 10ാം ക്ലാസ്സിലും കഴിഞ്ഞ കുട്ടികൾ അച്ഛനമ്മയും പറയുന്ന രീതിയിൽ നിൽക്കാതെ അവസ്ഥയുണ്ട്. ഉണ്ട്. അമ്മ പറയും എന്താ മോളെ ചോറ് കഴിക്കുന്നില്ലേ? ഞാൻ വരില്ലേ? ഒരാള് പറയുന്നുണ്ട് കറക്റ്റ് ഞാൻ വരില്ലേ? മോനാണെങ്കിലോ ഒരു മാഷിനെങ്കിലും സങ്കടം പറയുന്നു. ഒന്നും പറയുന്നില്ല ചെക്കനോട്. ഒരു മോനയില്ലോ, മോളിൽ കയറിയിട്ട് ഓൻ ഉറങ്ങി അടിക്കുന്നത് 12:30. ചായ കുടിക്കൽ എത്ര മണിക്ക്? ഒരു 1:30 ചായ കുടിക്കൽ. ചോറ് കഴിക്കലോ? ചോറില്ല. പിന്നെ ഇപ്പം ഭക്ഷണം കഴിക്കലപ്പോ ഒരൊറ്റ പോക്ക് വൈകുന്നേരം രാത്രി ഒരു 8-8, 9 മണിയാകുമ്പോൾ ഒരു പോക്ക് പോകും. എന്നിട്ട് ഒരു 1-1:30, 2 മണിയാകുമ്പോൾ ഒരു വീട്ടിൽ വരും. പ്രശ്നമൊന്നുമില്ല, ഞാൻ നല്ലതൊക്കെ തന്നെ. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ. പണ്ട് നമ്മളൊരു വീട്ടിൽ എത്തേണ്ട സമയത്ത് മണിയാണ് പുറത്തു പോയാലും എൻ്റെ പ്രായം കുറച്ച് നല്ല സീനിയറായ ആളുകൾ ഇരിക്കുന്നുണ്ട്. വീട്ടിൽ പോയാൽ വീട്ടിൽ എത്ര സമയമുണ്ട്? ഏത് സമയം അത്? 7 മണിയാകുമ്പോൾ നമ്മൾ സാധാരണ ചില വീടുകളിൽ പറയും, ഒരു സമയം പറയും. വീട്ടിലെ വയസ്സായ പറയും, അച്ഛൻ പറയും, അമ്മ പറയും, വിളക്കെത്തിക്കാനാണ് എത്തിക്കോണം. സംഘാടക സമിതി ചെയർമാൻ ആനന്ദൻ M അധ്യക്ഷത വഹിച്ചു. ചരിത്ര റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ വിക്രം കൃഷ്ണൻ അവതരിപ്പിച്ചു. മുൻകാല KGO പ്രവർത്തകരായ രവീന്ദ്രൻ, K രമാവതി, ഭാസ്കരൻ, സുരേഷൻ, ചന്ദ്രശേഖരൻ K, ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ മനോജ് കുമാർ PV സ്വാഗതവും ഏരിയ പ്രസിഡന്റ് ഷൈന A നന്ദിയും പറഞ്ഞു. കലാമേള ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹരിതകർമ്മസേനയെ ശാക്തീകരിക്കാൻ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് നടന്നത്. CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ BJPയുടെ നയമാണ് ഈ രാജ്യത്തിനകത്തെ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായി രൂപപ്പെടുമ്പോ, നമ്മുടെ രാജ്യത്തിന്റെ തെറ്റായ നയത്തിനെതിരായി സംസാരിക്കുമ്പോ, ഈ രാജ്യത്തെ നയത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ട് നമുക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന CITU പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമായി സംസാരിക്കേണ്ടി വരുന്ന ഉത്തരവാദിത്വമുള്ളത്. നമുക്ക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയണം.
ഈ നയം മാറ്റുന്നതിന് വേണ്ടി കഴിയണം. ഈ രാജ്യത്തിനകത്തെ തൊഴിലാളികളെ ബാധിക്കുന്ന തെറ്റായ നയങ്ങൾക്ക് അവധി വരുത്തിയാൽ മാത്രമേ ഈ രാജ്യത്തെ സാധാരണ തൊഴിലാളികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബദൽ ഗവൺമെന്റ് രാജ്യത്തിനകത്ത് അധികാരത്തിൽ വരൂ. അങ്ങനെ അധികാരത്തിൽ വന്നാൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ഈ രാജ്യത്തെ ഗവൺമെന്റ് സാധിക്കൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. ഹരിത കർമ്മസേന തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ അധ്യക്ഷനായി. സെക്രട്ടറി KV സിന്ധു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PK പ്രജിത വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഹരിത കർമ്മസേന കടമയും അവകാശങ്ങളും എന്ന വിഷയത്തിൽ KK രാഘവൻ ക്ലാസ് എടുത്തു. KV രാഘവൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായ VPP മുസ്തഫയെ പ്രസിഡന്റായും K ലക്ഷ്മി, K യമുന, ശശിത പാലൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും KV സിന്ധുവിനെ സെക്രട്ടറിയായും K ദാക്ഷായണി, P സുധ, NV സുനിത എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും PK പ്രജിതയെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭക്തിയുടെ നിറവിൽ വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ പാർവതി സ്വയംവര ഘോഷയാത്ര. നവാഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് ഘോഷയാത്ര നടത്തിയത്. വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ നടന്നുവരുന്ന നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി പാർവതി സ്വയംവര ഘോഷയാത്ര നടന്നു. അരയാളിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ദേവീ വിഗ്രഹമേന്തിയ ബാലിക, താലപ്പൊലിയേന്തിയ പെൺകുട്ടികൾ, മുത്തുകുടയേന്തിയ സ്ത്രീകൾ, വാദ്യമേളം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന വിവിധ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് ഉച്ചപൂജയും തുടർന്ന് അന്നദാനവും വൈകുന്നേരം വിദ്യാഗോപാല മന്ത്രാർച്ചന, ദീപാരാധന, നിറമാല പൂജ എന്നിവയും നടന്നു. 7ാം ദിവസമായ ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ലളിതാ സഹസ്രനാമജപം, ഗ്രന്ഥപൂജ, ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും. നീണ്ട കാലത്തേക്കുള്ള ആ കാത്തിരിപ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ അവസ്ഥ അതിനേക്കാൾ ഭയാനകമാണ്. ചണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങൾ നടത്താതെ തീയിൽ പതിച്ച് ഈ ദേഹം തന്നെ വെന്ത് വെണ്ണീരാകണേ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. വേറൊന്നും എനിക്ക് പ്രാർത്ഥിക്കാനില്ല. മകന്റെ ആ ചിതയൊരുക്കിയിട്ട് ആ ചിതയിലേക്ക് പ്രവേശിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ നവഗ്രഹ പൂജ, ഉച്ചപൂജ, അന്നദാനം, ദീപാരാധന, നിറമാല പൂജ എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മരക്കാപ്പു കടപ്പുറത്ത് ചീഞ്ഞളിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കഞ്ചാവ് കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുന്നുംകൈ കക്കാടിനകത്തെ നൌഫൽ KK ആണ് കോടതി ശിക്ഷിച്ചത്. ഹരിതകർമ്മസേനയെ ശാക്തീകരിക്കാൻ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണക്കണമെന്ന ആവശ്യം. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. 3 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും നീക്കം ചെയ്തത് 2 കിൻഡൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. മാതൃകാ പ്രവർത്തനവുമായി പുനിത് സാഗർ അഭിയാൻ കാഡറ്റുകൾ. സേവാ പാക്ഷികം മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ ഘടകം ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തുടർച്ചയായ 8ാം വർഷവും കൃഷിയിറക്കി ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘം. ബേഡകം പൊന്നൂർ പാറ വയലിലാണ് കൃഷി ഇറക്കിയത്. ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്ന് സണ്ണി ജോസഫ് MLA. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.